വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടും ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളവും തമിഴ്നാടുമാണ് ഉറ്റുനോക്കുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പല ആൾക്കാരും ഈ കട്ടിംഗ് സൗത്തിന്റെ ആൾക്കാരൊക്കെ എപ്പോഴും കേരളവും തമിഴ്നാടും ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണല്ലോ ഇവിടെ BJP വളരില്ല എന്നൊക്കെ പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇലക്ഷന്റെ ചൂട് അതിപ്പോഴ് ഓൾറെഡി ഉണ്ട്. പൊതുയാത്ര, നവോത്ഥാന യാത്ര, പുനരുദ്ധാരണ യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതമൈത്രി യാത്ര, പല യാത്രകൾ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ ഇങ്ങനെ പല യാത്രകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ, ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളം അവിടെ നിൽക്കട്ടെ, നമുക്ക് തൽക്കാലം ഒന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് വരാം. തമിഴ്നാട്ടിൽ അവിടെ BJP ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആക്ച്വലി ഞാനിത് ഉള്ളതാണോ കള്ളമാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ എല്ലാത്തിലും ഈ വാർത്തയുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു പാർട്ടിയാണ് TVK, തമിഴക വെട്രിക്കഴകം. നമ്മുടെ ആക്ടർ വിജയ് ആണ് അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ. പോരാത്തതിന് തമിഴ്നാട്ടിലെ എല്ലാ മാനിലങ്ങളിലും മധുരയിൽ മത്സരിക്കുന്നത് വിജയ് ആണ്, ചെന്നൈയിൽ മത്സരിക്കുന്നത് വിജയ് ആണ്, എല്ലായിടത്തും വിജയ് തന്നെയാണ് മത്സരിക്കുന്നത്. വിജയ് തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിജയ്ക്ക് അവിടെ ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസ് ഇതിലും പ്രതിഫലിക്കുന്നുണ്ട്. ഈ വിജയുടെ റാലികളിലും കാര്യങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ട. കാരണം വിജയുടെ ഒരു ഓറ നഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഓറ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, വിജയ് കൂഴച്ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞു പോയി വിജയുടെ ലൈഫ് എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയം അറിയില്ല, അതില് വിജയുടെ രാഷ്ട്രീയത്തിൽ പല പല ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാ മാധ്യമങ്ങളും ഓടിച്ചെന്ന് അണ്ണാമലയോട് ചോദിക്കും, എന്താണ് താങ്കളുടെ അഭിപ്രായം അണ്ണാമലയോട് ചോദിക്കും. അപ്പൊ അണ്ണാമലൈ ഏറ്റവും വിജയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വിവാദം എന്ന് പറയുന്നത്, വിജയ്ക്ക് ഒരു അവിഹിതമുണ്ട്. 2021 വിജയുടെ ഭാര്യ ഇത് കണ്ടുപിടിക്കുകയും വിജയുടെ ഭാര്യ അപ്പൊ തന്നെ ഡിവോഴ്സ് ഫയൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അവിഹിതം വിജയ്ക്ക് പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ കണ്ടെത്തിയത് 2021 ഒരു നടിയുമായിട്ടാണ് ഈ അവിഹിതം എന്ന് പറയുന്നത്. ആ നടി ആരാണ് എന്നുള്ള പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പല ഊഹാപോഹങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് അണ്ണാമലയോട് ചോദിച്ചപ്പോൾ അണ്ണാമലൈ വളരെ മാന്യമായിട്ട് പറഞ്ഞു, പൊളിറ്റിക്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമ്മുടെ തലമുടി മുതൽ ഉള്ളങ്കാല് വരെ സ്കാൻ ചെയ്യപ്പെടും. അങ്ങനെ സ്കാൻ ചെയ്ത് ആ ഒരു അഗ്നിപരീക്ഷ കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് വരണം. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തും നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. പിന്നെ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അതിലോട്ടൊന്നും ഞാൻ തലയിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അണ്ണാമല ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യൻ അങ്ങനെയൊന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ, വിജയ് ഒരു പബ്ലിക് ഫിഗറാണ്, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹം ഇനി നാളെ ആരെങ്കിലും MLA ആയേക്കാം. അപ്പൊ അങ്ങനെ ആകുന്ന ഒരു മനുഷ്യന് ഒരു പ്രതിബദ്ധതയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഒരു പ്രതിബദ്ധതയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒന്നും കടുപ്പിച്ച് പറയുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസം വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, വിജയുടെ കുടുംബജീവിതം തകർന്നു. അത് കഴിഞ്ഞ് വരുന്ന വാർത്ത, വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് വിജയ്, എനിക്കിനി അച്ഛന്റെ പേര് വേണ്ട ബൈലൈനായിട്ട്, എനിക്കിനി അമ്മയുടെ പേര് മതി എന്ന് പറഞ്ഞ് വിജയെ മൊത്തത്തിൽ തള്ളി പറയുന്ന ഒരു കാഴ്ച. അങ്ങനെ വിജയ മകൻ മൊത്തത്തിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, വിജയുടെ ഫാമിലി മൊത്തത്തിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ വിജയുടെ ആ ഒരു ഇതിനകത്തുനിന്ന് തന്നെ, TVK അകത്തുനിന്ന് തന്നെ TVK നേതാവ് രഞ്ജന നാച്ചിയാർ പറഞ്ഞിരിക്കുന്നത്, ആദ്യം വിജയ് പോയി വിജയുടെ കുടുംബത്തെ ബഹുമാനിക്കട്ടെ, എന്നിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ എന്നാണ് അകത്തുനിന്ന് പോലും ഉണ്ടാകുന്ന കോളിളക്കങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും വിജയ്ക്ക് അവിടെ ഒരു ശക്തിയുണ്ട് എന്ന് തന്നെയാണ് പല ആൾക്കാരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വിജയുമായിട്ട് അലയൻസിൽ ഏർപ്പെടാനായിട്ട് പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, BJP വിജയുമായിട്ട് അലയൻസിൽ ഏർപ്പെടാൻ പോകുന്നു. ഇതോടുകൂടി വിജയുടെ പാർട്ടിക്കുള്ളിൽ രണ്ടായി പാർട്ടി പിളർന്നെന്ന് പറഞ്ഞ സെൻസ് ഐഡിയോളജിക്കലി പിളർന്ന് അകത്തുള്ള ആൾക്കാർ രണ്ടായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിന് പാലം വലിക്കുന്നത് BJP അല്ല, മറിച്ച് നമ്മുടെ ആന്ധ്രയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പവൻ കല്യാണാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വിജയ്ക്ക് താല്പര്യമുണ്ട് എന്ന് ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, ഈ വിജയ്ക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, ഇതാണ് AIADMK BJP TVK, ഇതാണ് അലയൻസ് എന്ന് പറയുന്നത്, ഇതിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതാണ് എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ BJPയെ തെറി പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് വിജയ് ആണ്. വിജയ്ക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് നാട്ടുകാർ ധരിച്ചിരുന്ന കാലത്ത് വിജയ് ഒന്ന് സൈക്കിളും കൊണ്ട് പുറത്ത് ഇറങ്ങിയാൽ പോലും അത് BJPക്ക് എതിരെയാണ്, പെട്രോൾ വില വർധനവ് എതിരെയാണ് എന്ന് പറയുന്നുണ്ട്.
വിജയ് കറുത്ത മാസ്ക് വെച്ചുകൊണ്ട് വന്നാൽ പോലും സവർണർ വെളുത്ത ഉടുപ്പാണല്ലോ ഇടുന്നത്, പക്ഷെ വിജയ് ദ്രാവിഡനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാലും ഇരുന്നാലും നിന്നാലും ചിരിച്ചാൽ ഉടനെ പറയും കണ്ടോ അത് മോദിക്കുള്ള ഒരു താക്കീതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് എൻ്റെ വിജയുടെ ഫ്രണ്ട്സ് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നരേന്ദ്രമോദിയെ ആരെതിർത്താലും അവരെല്ലാവരും മോദിയുടെ കാൽ കീഴിൽ വന്ന് അവസാനം നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ. വിജയ്ക്കും ആ ഗതി വരും എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരെതിർത്താലും വരും, ഉറപ്പായിട്ടും അത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മോദിയെ ആരൊക്കെ എതിർക്കുന്നുവോ അവരെല്ലാവരും അവസാനം ഒന്നുകിൽ മോദിയുടെ കാല് പിടിക്കാനോ അല്ലെങ്കിൽ മോദിയുടെ ശരണം തരണേ എന്ന് പറഞ്ഞ് വരുന്ന അവസ്ഥ, ആ ഗതി ഇപ്പോൾ വിജയ്ക്കും ഉണ്ടായിരിക്കുകയാണ്. വിജയ് ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇപ്പോഴും DMK ആണ് ശക്തമായിട്ട് നിൽക്കുന്നത് എന്നാണ് പല സർവേ റിപ്പോർട്ടുകളും പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ TVK, AIADMK, BJP, NDA ഈ അലയൻസിന് എന്തെങ്കിലും ചലനങ്ങൾ അവിടെ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ DMK തന്നെ വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യതയാണോ കാണുന്നത്? ഈ വിജയ് രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വിഭാഗം BJP-കാരാണ്. വിജയ് വരണമെന്നുള്ളത്. കാരണം 4 സർവേകൾ BJP തമിഴ്നാട്ടിൽ നടത്തി. അമിത്ഷാ നേരിട്ട് തന്നെ 4 സർവേകൾ നടത്തിയിരുന്നു. കാരണം ആ സർവേകൾ കാണുന്നത് ഈ AIADMK പഴയ ശക്തിയില്ല, BJP-ക്കും ഇല്ല. അപ്പൊ ആ ഒരു ലെവലിൽ വന്നാൽ വീണ്ടും DMK അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായിരുന്നു ഫസ്റ്റ് സർവേ. അപ്പോൾ അന്ന് BJP പ്ലാൻ ചെയ്തത് ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ആക്കുക, DMK-യുടെ വോട്ടുകൾ പിളർത്തുക. അപ്പോൾ അതിനവർക്ക് ഒരാളെ ആവശ്യമായിരുന്നു. DMK-യുടെ വോട്ടുകൾ പിളർത്താൻ അവർക്ക് ഏറ്റവും ബെറ്റർ ഒരു ക്രിസ്ത്യൻ ഈ ന്യൂനപക്ഷ വോട്ടുകളാണ് DMK-യുടെ ഒരു വിഭാഗത്തിലുള്ള വോട്ട്. അതിന് തളർത്താൻ ഒരാൾ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഇവര് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് വേറൊരു കക്ഷി അവിടെ വന്നാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. പക്ഷെ വിജയ് വന്നു. വിജയ് വരുമ്പോൾ നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഈ അണ്ണാമലെ വിജയ്ക്ക് പരോക്ഷമായിട്ടുള്ള സപ്പോർട്ടിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വിജയുടെ പാർട്ടി രൂപീകരിക്കുന്നത് കഴിഞ്ഞിട്ട് ശ്രീമാൻ അണ്ണാമലെ അദ്ദേഹം UK-ൽ ഒരു പഠനത്തിന് പോയിരിക്കുകയായിരുന്നു. ആ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി എയർപോർട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, വിജയ് രാഷ്ട്രത്തിൽ ഇറങ്ങി എന്താണ് പറയാനുള്ളത്? വരട്ടെ, ഒരുപാട് പേര് വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അടുത്ത സർവേ അമിത്ഷാ നടത്തുന്നു. ആ സർവേയിൽ കാണുന്ന ഒരു കാര്യം, അവിടെ തൊട്ടാണ് ഇതിന് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതിനകത്ത് കാണുന്ന കാര്യം, ഏതാണ്ട് തമിഴ്നാട്ടിലെ പല മണ്ഡലങ്ങളിലും വിജയുടെ പാർട്ടി ഒരു നിർണായക പാർട്ടിയാണ്. അവർ ജയിക്കുമെന്നുള്ളതല്ല, പല സ്ഥലത്തും NDA മുന്നണി 3ാമത് പോകും. ഇതായിരുന്നു റിപ്പോർട്ട്. അത് ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ സർവേയിലും ഇത് തന്നെയാണ്. അവിടെ തൊട്ട് BJP വീണ്ടും ചൂടുമാറാൻ തുടങ്ങി. നമുക്കറിയാം, കരൂര് ഈ ആൾക്കൂട്ടം വലിയ ഇതുണ്ടാക്കി മരിച്ചില്ലേ, തിക്കും തിരക്കും മൂലം കൊല്ലപ്പെട്ടു. അവിടെ സ്കാമ്പ്. അപ്പൊ അവിടെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, BJP-യുടെ അണ്ണാമല അടക്കമുള്ള നേതാക്കള് അതിനെ പറഞ്ഞു, ഇത് സ്റ്റാലിൻ ഉണ്ടാക്കിയ തിരക്കാണ്, സ്റ്റാലിന്റെ പോലീസാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, ലാത്തി ചാർജ് ചെയ്തു, മറ്റേത് ചെയ്തു പറഞ്ഞ് ആദ്യം രംഗത്തെത്തിയത് അവരാ. വിജയ് ഓടിപ്പോയല്ലോ ഇവിടുന്ന്. വിജയ് ഓടിപ്പോയി ഇവിടെ വീട്ടിലോ ഫ്ലാറ്റിലോ എവിടെ ഇരിക്കുക, പുറത്തിറങ്ങിയിട്ടില്ല. ആ റോള് കൈകാര്യം ചെയ്തത്. രസകരമായിട്ടുള്ള ഒരു കാര്യം തോന്നിയത് എന്താ അറിയാം, അണ്ണാമലൈ മാത്രമാണ് അന്ന് വിജയ് ഡിഫെൻഡ് ചെയ്ത് നിന്നത്. അണ്ണാമലൈ ഡിഫെൻഡ് ചെയ്ത് നിന്നപ്പോ സത്യം പറഞ്ഞാല് ഈ വിജയ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിജയ് പെട്ടെന്ന് ഹീറോ ആവുകയും അവിടെ സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പെട്ടെന്ന് വില്ലന്റെ സ്ഥാനത്ത് വരികയും ചെയ്തു. അത് വലിയൊരു സത്യമായിരുന്നു. കാരണം അണ്ണാമലൈ പറയുന്നത് അതിഭീകരമായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ച്, ഞാനൊരു IPS ഉദ്യോഗസ്ഥനായിരുന്നു, എനിക്കറിയാം ഇത് ആരാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. ആ സമയത്ത് ഈ വിജയുടെ ഫാൻസ് അന്ന് അണ്ണാമലയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പഠിച്ചവൻ തായാന്ന്. അതായത് അവരുദ്ദേശിച്ച സംഭവം, അണ്ണാമലൈ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്, അണ്ണാമലൈ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയും പഠിച്ച മനുഷ്യൻ എപ്പോഴും പഠിച്ച മനുഷ്യൻ തന്നെയാണ്, അയാളെ വാക്കുകൾ നോക്ക്. അപ്പൊ ഇവര് പരോക്ഷമായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് അറിയാമോ, നമുക്ക് ആർക്കും വിദ്യാഭ്യാസം ഇല്ല, അവൻ പഠിച്ചിട്ടുണ്ട്, അവന്റെ വാക്കുകൾ കേൾക്കടാ എന്നാണ് യഥാർത്ഥത്തിൽ പറയാം. അല്ല, അപ്പോ അണ്ണാമല രംഗത്ത് വരുന്നു. അത് എല്ലാവർക്കും നമ്മൾ തമ്മിൽ ഇരുന്നിട്ട് ഇതേപോലെ വിമിക്സിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പോയിന്റിൽ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ആ വിഷയം. കാരണം ഈ വിജയ് ഒളിച്ചു ഇനി എന്താണെന്നുള്ളത്. അപ്പം അന്ന് ഈ അണ്ണാമലയൊക്കെ വരുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായ അണ്ണാമലെ ഈ രംഗത്ത് എത്തുമ്പോൾ അത് അണ്ണാമലയുടെ മാത്രം ബ്രെയിൻ അല്ലത്, അതിന്റെ പിന്നിൽ വലിയൊരു ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീമതി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വരുന്നു കേന്ദ്രത്തിൽ നിന്ന്. കരൂർ ദുരന്തം പഠിക്കുക എന്നുള്ളതാണ്. കരൂർ ദുരന്തം പഠിക്കാൻ വരുന്നു, നടക്കുന്നു, അവിടുത്തെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പഠിക്കുന്നു, വഴിയില്ലാത്തതിനെ കുറിച്ച് പഠിക്കുന്നു. അതായത് ഒരു 4-5 ദിവസം കൊണ്ട് ഈ ഒരു സംഭവത്തെ BJP ഹൈജാക്ക് ചെയ്യുന്നു നന്നായി. അവസാനം ട്രാപ്പിൽ പെട്ടുപോകുന്ന ഒരു സ്ഥിതി വരുന്നു.
അതാണ് രണ്ടാം ഘട്ടം. ഇതിനകത്ത് ഓരോ ഘട്ടം ഞാൻ പറയാൻ കാരണം പ്രേക്ഷകർക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി എങ്ങനെയാണ് ഇതിനെ വരുതിയിലാക്കുന്നത്. ഈ രണ്ടാം ഘട്ടം കഴിയുന്നു. രണ്ടാം ഘട്ടം കഴിയുമ്പോഴത്തേന് റൂമറുകൾ പല വഴിക്ക് പോകുന്നു, ബി ജെ പിയുമായിട്ട് അലയൻസ് വരും ഇല്ല എന്നൊക്കെ ഉള്ളത്. ഉടനെ തന്നെ വീണ്ടും സജീവമായിക്കൊണ്ട് ശ്രീമാൻ വിജയ് രംഗത്ത് വരുന്നു. അദ്ദേഹം പറയുന്നു പ്രത്യയശാസ്ത്രപരമായ നമ്മുടെ ശത്രു ബി ജെ പിയും രാഷ്ട്രീയപരമായ നമ്മുടെ ശത്രു DMK ആണെന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്നു. അപ്പൊ വീണ്ടും വാതിലുകൾ കൊട്ടി അടയ്ക്കുന്നു ആര്? ബി ജെ പി. പിന്നെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് അടക്കം നമ്മൾ കാണുന്ന വിജയ് ദില്ലിക്ക് പോകുന്നൊരു കാഴ്ചയാണ്. എന്തിനാണ് ദില്ലിക്ക് പോയത്? EDയുടെ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കാൻ ദില്ലിക്ക് പോകുന്നു. EDയുടെ നോട്ടീസ് ഉടനെ വന്നതല്ല, പഴയ നോട്ടീസ് പ്രകാരം വിജയ് ദില്ലിക്ക് വിളിപ്പിക്കുന്നു. കരൂർ സ്ഫോടന കേസുമായി ഈ അപകടവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിപ്പിക്കുന്നു. ആ CBI അന്വേഷണം വേണമെന്ന് ആദ്യം പറഞ്ഞത് BJP, വിജയുടെ പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് അവർ കൃത്യമായി ഒരുക്കിയ വഴിയിൽ വിജയിൽ നിന്ന് വീഴുകയായിരുന്നു. മൂന്നാമത്തെ സംഭവം, അദ്ദേഹം ഡൽഹിയിൽ പോന്നു, മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നു. അവിടെ നിന്ന് മടങ്ങിയെത്തുന്ന വിജയ് പിന്നീട് BJPയെ കുറിച്ച് വലുതായിട്ടൊന്നും പറഞ്ഞാലും കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, പിന്നെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല മൂന്നാമത്തെ കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിജയ് പറയുന്ന കാര്യങ്ങൾ, ഇത് RSSന്റെ നേതാവായിരുന്നെങ്കിൽ നിങ്ങൾ സ്റ്റാലിൻ ഇങ്ങനെ ചെയ്യുമായിരുന്നോ, കറണ്ട് കട്ട് ചെയ്യുമായിരുന്നോ റാലികൾക്ക്, ഇല്ലെങ്കിൽ മോദി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ട് തുറക്കും എന്നൊക്കെ പിന്നെ നേരെ ഉൾട്ടടിക്കുന്ന ഒരു രീതിയിലിട്ടാണ് പിന്നെ പോകുന്നത്. പിന്നെ കാണാൻ കഴിയുന്നത് ഈ ലാസ്റ്റ് സർവേ ഒരാഴ്ചക്ക് മുമ്പ് എത്തിയെന്നാണ് പറയുന്നത് അമിത്ഷായുടെ കയ്യിൽ അവർ നടത്തിയ സർവേയിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ കൂട്ടിയാലേ ഭരിക്കാൻ കഴിയൂ, ഇല്ലെങ്കിൽ ഈ BJP സംബന്ധിച്ച് അവിടെ ഭരണം എന്നുള്ളത് ഇത് കിട്ടാത്ത ഒരു സാധനമാണ്. കാരണം ADM കൂടെ നല്ല കിട്ടും, ADMക്ക് കയറണമെന്നുണ്ട്, വിജയ് കൂടെ കൂടെ എത്തേ നടക്കും. അവസാനം ഇപ്പോൾ ചർച്ച എത്തിയിരിക്കും. ഇവിടെ വിജയെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒരു വലിയ കാര്യമുണ്ട്. തമിഴ്നാട്ടിലെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MLA ആയി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി 5 കോടി രൂപ സ്വയം കണ്ടെത്തണം. എത്ര മണ്ഡലങ്ങളുണ്ട്? 120 സംതിങ് മണ്ഡലങ്ങളുണ്ട്. 5 കോടി രൂപ കണ്ടെത്തണം ആ സ്ഥാനാർത്ഥി. ഇത് കൂടാതെ പാർട്ടി കൊടുക്കണം, വലിയ ഭാരിച്ച ചെലവാണ്. അപ്പോൾ പവൻ കല്യാൺ കൊടുത്ത ഉപദേശം എന്താന്ന് വെച്ചാൽ, ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു, സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ചതാണ്, 8 നിലയിൽ പൊട്ടി സാമ്പത്തിക നഷ്ടം വന്നു, പക്ഷെ ഞാൻ BJPയുടെ കൂടെ കയറി ഞാൻ ഇന്ന് ഉപമുഖ്യമന്ത്രി വരെ ആയി. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നതാണ് പവൻ കല്യാൺ കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞ് പുറത്ത്, ഞാൻ ഉപമുഖ്യമന്ത്രി വരെ ആയി, ഇന്ന് എന്റെ പാർട്ടി ശക്തമാണ്, എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം വന്നിട്ടില്ല. കാരണം അത് ഈ അലയൻസ് നിൽക്കുമ്പം വലിയ പാർട്ടി കൊടുക്കുമല്ലോ കുറെ പൈസ വന്നു. ഇതേ ലൈനിലാണ് പോകുന്നത്. ഇപ്പോൾ വിജയ്ക്ക് BJP വെച്ചിരിക്കുന്ന ഓഫർ 80 സീറ്റ് ഉപമുഖ്യമന്ത്രി പദവുമാണ്. ഇതിനകത്ത് വിജയ് കൊത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 80 സീറ്റൊന്നും ജയിക്കത്തില്ല, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഈ വിജയുടെ പാർട്ടിയുടെ വോട്ടുകൾ, അതായത് തമിഴ്നാട്ടിനെ സംബന്ധിച്ച് നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. 1% വോട്ട് മാറിയാൽ പോലും ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്, അല്ലെങ്കിൽ തോക്കുന്ന മണ്ഡലങ്ങളുണ്ട്. 2% വോട്ട് മാറിയാലും തോക്കുന്ന മണ്ഡലങ്ങളുണ്ട്, ജയിക്കുന്ന മണ്ഡലമുണ്ട്. 3% മാറിയാലും അതേപോലെ. അത് 1നും 3നും ഇടയ്ക്ക് വോട്ടിൽ ഒരു ചെറിയ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ട്. ഇവിടെയാണ് വിജയെ കൊണ്ട് ഇവർ ഈ പരിപാടി മുഴുവൻ ചെയ്യിക്കുന്നത്. ഇതാണ് അവരുടെ ഇനി ഇതിലും വിജയ് വീഴാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വിജയുടെ പ്രധാന പ്രശ്നം, ഒന്നും ആ പാർട്ടിക്കകത്ത് രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉള്ള ആരും തന്നെ ഇല്ല. ഉള്ളൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ അടുത്ത് നിന്ന് ചാടിപ്പോയൊരു കക്ഷിയാണ്. അത് പഴയ ADMK നേതാവും മന്ത്രിയൊക്കെ ആയിരുന്നു. അങ്ങേരാണ് പോയിട്ട് ഇപ്പൊ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവർക്കൊന്നും രാഷ്ട്രീയമായിട്ട് പുലബന്ധം പോലും ഇല്ല. അപ്പം പറഞ്ഞു കൊടുത്തിരിക്കുന്ന ബുദ്ധി ഇത്. അത് തന്നെയല്ല വിജയ് ഇന്നും പോകുന്നുണ്ട് ചോദ്യം ചെയ്യലിന്. അവസാനം ഇന്ന് പോവാ ഡൽഹിക്ക് ചോദ്യം ചെയ്യലിന്. ലാസ്റ്റ് ചോദ്യം ചെയ്യലിൽ അങ്ങനെ ആയിരിക്കും, അറിയില്ല. ഇന്നെല്ലാം സെറ്റായി കഴിഞ്ഞാൽ ഇനി ചോദ്യം ചെയ്യൽ കാണില്ലായിരിക്കും, എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞു, ഘട്ടം ഘട്ടമായിട്ട് ഇവര് കൃത്യമായി തന്നെ രാഷ്ട്രീയമാണല്ലോ, ഘട്ടം ഘട്ടമായി തന്നെ ഇവർ കൃത്യമായി വഴിവെട്ടി അങ്ങേരുടെ വിജയുടെ ഓരോ മൂവ്മെന്റും അവർ നോക്കിയിരുന്നു. BJP, ഞാൻ എപ്പോഴും BJPയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചർച്ചകളിലൊക്കെ, അവർ നമ്മൾ വിചാരിക്കുന്ന ഒരു പാർട്ടിയല്ല. അവർക്കൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവർ കാത്തിരിക്കും, കാത്തിരുന്ന് എവിടെങ്കിലും അവർ വീഴ്ത്തും. അത് തന്നെയാണ് വിജയുടെ 4 ഘട്ടങ്ങളോടാണ് ഞാൻ പറഞ്ഞത്. വിജയ രാഷ്ട്രീയം ഉണ്ടാക്കുന്നു. ഫസ്റ്റ് വരുന്ന അണ്ണാമലെ മാത്രം നിർത്തിയാണ് തമിഴ്നാട്ടിൽ BJP ഈ കരുനീക്കം മുഴുവൻ നടത്തിയത്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അണ്ണാമലയ്ക്കാ. വിജയ് വരികയാണെങ്കിൽ ധനുഷ് നോക്കിക്കോ, ADMKയുടെ ആ ഒരു റാലിയിൽ അണ്ണാമല ആയിരിക്കും അതിനകത്ത് താരം. അണ്ണാമല ഹീറോ. കാരണം അണ്ണാമലെ എല്ലാവരും പറയുന്നുണ്ട് അണ്ണാമലെ BJP തള്ളിയാണ്. അല്ല, BJPക്ക് വലിയ ലക്ഷ്യം അണ്ണാമലെ കൊണ്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നൈനാൻ നാഗേന്ദ്രൻ വീണ്ടും മത്സരിക്കും. അതായത് BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ. അതിൽ ജയിക്കുകയും ചെയ്യും, ഡെഫിനറ്റ് ആയിട്ട് ജയിക്കും. കാരണം ADMK സ്ഥിരമായി ജയിക്കുന്ന ആളായിരുന്നു. BJP വന്നപ്പോൾ അയാൾ കഴിഞ്ഞ തവണ ജയിച്ച ആളാണ്, ഇത്തവണയും ജയിക്കും. ജയിച്ചതിന് പിന്നെ അവിടെ സംസ്ഥാന അധ്യക്ഷന്റെ പദവി കാലിയ ഒഴിഞ്ഞു കിടക്കുക. അധികാരത്തിലൂടെ കയറി കഴിഞ്ഞാൽ BJPയുടെ തമിഴ്നാട് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരായി? മുഖ്യമന്ത്രിയേക്കാൾ വലിയ പവറായി. പാർട്ടി അധ്യക്ഷനാണ്, ഭരണം നിയന്ത്രിക്കുന്ന കക്ഷിയുടെ നേതാവാണ്. അതൊരു പോയിന്റ് കിടക്കുന്നു. ഇനി അതും സംഭവിച്ചില്ലെങ്കിൽ പ്ലാൻ B, ദേശീയ ജനറൽ സെക്രട്ടറി 4 പേരേ ഉള്ളൂ.
അതിനത്ര ആൾ അണ്ണാമലയായി കഴിഞ്ഞാൽ അണ്ണാമലയുടെ ലെവലായി, ക്യാബിനറ്റ് മന്ത്രിയുടെ പവറായി. അത് രണ്ടാമത്തെ ലൈൻ. അതായത് രാഷ്ട്രീയ ചാണക്യനായി അമിത്ഷാ കൃത്യമായി തന്നെ അണ്ണാമലെ യൂസ് ചെയ്യുന്നു എന്നാണ് ഈ വിജയുടെ ഒറ്റ കേസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പ്രേക്ഷകർക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അണ്ണാമലയുടെ 4 ഇൻസിഡന്റ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഇതാണ്. അതായത് ധനുഷ് ശ്രദ്ധിച്ചു നോക്കി എത്ര ഭംഗിയായിട്ടാണ് അതിന്റെ തിരക്കഥ പോകുന്നത്. ഫസ്റ്റ് അണ്ണാമല പറയുന്നു നല്ല കാര്യം, അങ്ങനെയുള്ള യുവാക്കൾ വരട്ടെ രാഷ്ട്രീയത്തിൽ വരുന്നു. രണ്ടാമത് പറയുന്നു BJP-യുടെ അലയൻസിനായിട്ട് ശ്രമിക്കുന്നു, വിജയ് സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് കഷ്ടകാലത്തിന് കരൂർ ഈ ആൾക്കൂട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിന് തൊട്ട് പിന്നാലെ അണ്ണാമല രംഗത്തെത്തുന്നു, വിജയിയെ രക്ഷിക്കുന്നു, ഹീറോ ആകുന്നു. അവിടെ അവര് വെച്ചിട്ടുണ്ട് മറ്റൊരു ഗണിയായിരുന്നു. അതായത് വിജയെ ഹീറോ ആക്കുകയും സ്റ്റാലിനെ വില്ലിലാക്കുകയും ചെയ്തതോടൊപ്പം തന്നെ BJP മുമ്പോട്ട് കൊണ്ടുവന്നൊരു സാധ്യത CBI അന്വേഷണമാണ്. കാരണം ബാക്കിയുള്ള എല്ലാം സ്റ്റേറ്റിന്റെ കീഴിലാണല്ലോ അന്വേഷണം. CBI ആകുമ്പോൾ കേന്ദ്രത്തിന്റെ അന്വേഷണമാകും. പിടി എവിടെ ഇരിക്കും അന്വേഷണം. വിജയ് ചാടിക്കറിയപ്പോൾ CBI അന്വേഷണം ഓക്കെ എന്നും പറഞ്ഞു. ആ അന്വേഷണം കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, അതായത് കൃത്യമായി അവർ വഴിവെട്ടി ആ ആലയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇനി വിജയുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക. പക്ഷെ അന്നേരം ഈ വലിയ പ്രതിസന്ധികളും കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധി അതിനെ തരണം ചെയ്യേണ്ടി വരും, രാഷ്ട്രീയ പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരും. ഒറ്റയ്ക്ക് ഈ 2 വലിയ ബിഗ് അലയൻസിന് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രയാസകരമാണ്. വിജയ്ക്ക് ഓടിയിടുന്നെല്ലാതും ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. മറ്റേതാകുമ്പോൾ ഇതിന്റെ പകുതിയുടെ പകുതി ചെലവിൽ അത്യാവശ്യം തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി ആകാൻ പറ്റും. സിമ്പിൾ ലോജിക്കുള്ള കാര്യമാണത്. ആ ഓഫർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അറിയുന്നത് ഫൈനലൈസ് ആയെന്നാണ് അത് അറിയുന്നത്. 80 സീറ്റും ഉപമുഖ്യമന്ത്രി സ്ഥാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AIDMK BJP സഖ്യം അവിടെ ഭരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതാണ് ഈ BJP-യുടെ എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ അവർ നടത്തിയ ഓപ്പറേഷനിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് 2 ഓപ്പറേഷൻ ആയിരുന്നു. ഒന്ന് ഈ വിജയുടെ പാർട്ടിയെ അവരുടെ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. രണ്ടാമത്തത് കേരളത്തിൽ അവർ 2020 എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിയെ അവരുടെ ഘടകകക്ഷിയിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റി. അത് ക്രിസ്ത്യൻ വോട്ട് ഒരു ചെറിയ ബന്ധത്തിലെങ്കിലും ആകർഷിക്കാൻ അവർക്ക് നോക്കി. അതായത് അവർക്ക് നേരിട്ട് കിട്ടാത്ത ക്രിസ്ത്യൻ വോട്ടുകളെ അവർക്ക് കുറഞ്ഞ പക്ഷം കുന്നത്തുനാടിലൂടെയോ ഇല്ലെങ്കിൽ ആ എറണാകുളത്തിന്റെ ചില പോക്കറ്റിലൂടെയെങ്കിലും ഒക്കെ 2020 എത്തിക്കാൻ പറ്റിയതും 2 ബിഗ് ഓപ്പറേഷനുകളായിരുന്നു തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും.